ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം എല്ലാ രാജ്യങ്ങളിലും നടന്നതുപോലെ കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രം നടന്ന ഒരു സമരമായില്ല. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ സമരത്തോടൊപ്പം തന്നെ അത് സാമൂഹ്യ നീതിക്ക് വേണ്ടി കൂടിയുള്ള സമരമായിരുന്നു. നൂറ്റാണ്ടുകളോളം ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യരെ ജീവിതത്തിന്റെ മുഖ്യധാരകളിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി കൂടി നടത്തിയ ശ്രമമായിരുന്നു. ഉയർന്ന ജനാധിപത്യ ബോധമാണ് അതിന്റെ ആശയം എന്ന് പറയും. ഉയർന്ന ജനാധിപത്യ ബോധമാണ്. നിങ്ങൾക്ക് എന്നോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാം. ഞാൻ പറയുന്ന ഒരു അഭിപ്രായത്തിനോട് നിങ്ങൾക്ക് വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള നിങ്ങളുടെ ജനാധിപത്യപരമായ അവകാശത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. എന്തൊരു പ്രതിപക്ഷ ബഹുമാനമായിരുന്നു, എന്തൊരു ആദരവായിരുന്നു. എല്ലാ പ്രധാനമന്ത്രിയാകുമ്പോൾ എല്ലാ തീരുമാനങ്ങളും എടുക്കും. ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർക്ക് അദ്ദേഹം അയച്ച കത്തുകളുണ്ട്, വായിക്കണം. മകൾക്ക് അയച്ച കത്ത് മാത്രമല്ല, മുഖ്യമന്ത്രിമാർക്ക് അയച്ച കത്തുകളുണ്ട്. ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, രാജ്യത്തിന്റെ മുഖ്യമന്ത്രിമാർക്ക് അദ്ദേഹം കത്തുകൾ എഴുതും. വളരെ രസകരമായ ഒരു കത്തുണ്ട്. അദ്ദേഹം ഒരു ബജറ്റിലെ പുതിയ നിർദ്ദേശങ്ങളുമായി ഒരു കത്ത് എഴുതി ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാർ. അവന്ന് ഡോക്ടർ രാം മനോഹർ ലോഹ്യ വലിയ സോഷ്യലിസ്റ്റ് നേതാവാണ്. നെഹ്റുവിന്റെ സോഷ്യലിസം പോരാ, അതിനേക്കാൾ തീവ്രമായ സോഷ്യലിസം വേണം എന്ന നിലപാടെടുക്കുന്ന ആളാണ് രാം മനോഹർ ലോഹ്യ. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അയച്ച കത്ത് ഡിയർ ലോഹ്യാജി എന്ന് പറഞ്ഞൊരു കത്ത് അയച്ചു. ലോഹ്യാജി ഇത് കണ്ട ഉടനെ തന്നെ ഇത് ഔട്ട്റൈറ്റ് ആയിട്ട് ഇത് റിജക്ട് ചെയ്തുകൊണ്ട് ഡിയർ പ്രൈം മിനിസ്റ്റർ, ഇത് നമുക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ മറുപടി. അതിന് നെഹ്റു അയച്ചൊരു മറുപടി ഉണ്ട്. ഡിയർ ലോഹ്യാജി, റിജക്ഷൻ ഓഫ് മൈ പ്രപ്പോസൽ ഹാസ് നോട്ട് പെയിൻ മീ, ബട്ട് ഇറ്റ് പെയിൻ മീ എ ലോട്ട് ദാറ്റ് യു കോൾ മീ ഡിയർ പ്രൈം മിനിസ്റ്റർ. ഐ ആം യുവർ ഓൾഡ് ജവഹർ. എന്റെ പ്രപ്പോസലുകൾ, എന്റെ നിർദ്ദേശങ്ങൾ താങ്കൾ നിരസിച്ചതല്ല എന്നെ വേദനിപ്പിച്ചത്. താങ്കൾ എന്നെ പ്രിയ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്തതാണ്. ഞാൻ നിന്റെ പഴയ ജവഹറാണ് എന്ന് ബാല്യകാല സുഹൃത്തിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാനമന്ത്രി. രാത്രിയായപ്പോൾ രാം മനോഹർ ലോഹ്യ ഫോണിൽ വിളിച്ച് പ്രധാനമന്ത്രിയോട് മാപ്പ് ചോദിച്ചു. എന്തിനാ ഡിയർ പ്രൈം മിനിസ്റ്റർ എന്ന് വിളിച്ചതിന്? അതാണ് സൗഹൃദങ്ങളുടെ ബന്ധം. രാഷ്ട്രീയമായി വ്യത്യസ്ത ചേരികളിൽ നിൽക്കുമ്പോൾ പോലും സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കാൻ, പ്രതിപക്ഷ ബഹുമാനം കാണിക്കാൻ, ആദരവോടുകൂടി എല്ലാവരെയും നോക്കിക്കാണാൻ കഴിഞ്ഞ ആ മനുഷ്യനിരുന്ന കസേരയിൽ ഇരുന്നു കൊണ്ടാണ് ചിലരിന്ന് ഈ രാജ്യത്ത് ഈ വർത്തമാനം പറയുന്നതെന്ന് കേൾക്കുമ്പോൾ അറിയാതെ നമ്മൾ തലകുനിച്ചു പോവുകയാണ്. എത്ര മനോഹരമായ വാക്കുകളിലൂടെയാണ് അദ്ദേഹം ലോകത്തോട് സംസാരിച്ചത്. എത്ര മനോഹരമായ ലോകത്തോട് ഒരു പ്രവാചകനെ പോലെ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, വർഗീയതയെ എതിർത്തില്ലെങ്കിൽ അത് വളരും, അത് രാജ്യത്തെ മുഴുവൻ വിഷലിപ്തമാക്കും. നെഹ്റു പറഞ്ഞ വാചകമാണ്. വർഗീയതയെ അതിന്റെ മൂളയിലെ നുള്ളണം, അതിനെ ആദ്യം തന്നെ ശക്തിയായി എതിർക്കണം. നമ്മൾ എതിർത്തില്ലെങ്കിൽ, നമ്മൾ അതിനെ ചെറുത്ത് തോൽപ്പിച്ചില്ലെങ്കിൽ അത് വളർന്നു വലുതായി ഈ രാജ്യത്തെ മുഴുവൻ വിഷലിപ്തമാക്കും എന്ന് പറഞ്ഞ വാചകങ്ങൾ, പ്രവചന സമമായ വാക്കുകളാണ് അദ്ദേഹം ഈ രാജ്യത്തോട് പറഞ്ഞത്. ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാടുകൾ ഈ മതേതര നിലപാടിൽ എടുത്തു. അദ്ദേഹം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ തർക്കങ്ങൾ ഉണ്ടായ സമയത്ത് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇടപെട്ടു. പലതരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായി. അപ്പൊ രാജ്യത്തിന്റെ ഒരു 5000 വർഷക്കാലത്തെ പാരമ്പര്യം, അതിന്റെ തുടർച്ചയായി ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയങ്ങൾ, ലാഹോറിൽ പൂർണ്ണ സ്വരാജ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ച AICC പ്രസിഡന്റായിരുന്നു ജവഹർലാൽ നെഹ്റു. അപ്പൊ ആ ആശയങ്ങളാണ് നമ്മുടെ പ്രോഡക്റ്റായി നമ്മുടെ ഭരണഘടനയായത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആശയങ്ങൾ ആകാശത്ത് നിന്ന് പൊട്ടിവീണ ആശയങ്ങളല്ല. അത് 5000 വർഷക്കാലത്തെ നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യത്തിന്റെ, സംസ്കൃതിയുടെ തുടർച്ചയായി വന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളുടെ ആകെത്തുകയും അതിന്റെ ഔട്ട്കമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആ ആശയങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യത്തെക്കുറിച്ചുള്ള ചിന്ത, അതിൽ ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വം എന്നുള്ള ആശയം, ഒരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയിൽ, ഒരു ബഹുസ്വര സമൂഹത്തിൽ എല്ലാവർക്കും എങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. മതത്തിന്റെ പേരിൽ എന്റെ ഒരു സഹോദരനെ ആക്രമിച്ചാൽ ഞാൻ വ്യക്തിപരമായും ഭരണാധികാരിയായി നിന്നുകൊണ്ട് അതിനെ ഞാൻ ചെറുത്തു തോൽപ്പിക്കും എന്നാണ് പറയുന്നത്. മതത്തിന്റെ പേരിൽ ഒരു സഹോദരൻ ആക്രമിക്കപ്പെട്ടാൽ അവന്റെ മുന്നിൽ പ്രതിരോധമായി ഞാനൊരു വ്യക്തി എന്നുള്ള നിലയിലും ഭരണാധികാരി എന്നുള്ള നിലയിലും പ്രതിരോധം തീർക്കാൻ ഉണ്ടാകും എന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രിയാണ്